ഗൈസ്, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ പേരത് കാണാനായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് പേരത് കാണാനായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് റീസൺ ആണുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതിൽ സൂക്ഷിക്കാനായിട്ടുള്ളതിൽ രണ്ട് റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ചൂട്. സെക്കൻഡ് റീസണും മസ്റ്റാണ്, ഭയങ്കര മസ്റ്റാണ്. ഫസ്റ്റിനെയും കാട്ടിലും മസ്റ്റ് എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ഇതുള്ളതാണ്. എന്നാന്ന് ചോദിച്ചാൽ അറിയാലോ, റെപ്റ്റൈൽസ് മീൻസ് നമ്മൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് പാമ്പ്, സ്നേക്സ്. അപ്പം സ്നേക്സ് ബൈറ്റും ഇപ്പം ഒരുപാട് കുറേ സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 9 മരണമാണ് പാമ്പ് കടി ഏറ്റിട്ടുള്ളത്. അവരുടെയൊക്കെ അവസ്ഥ ഓർത്തു നോക്കിക്കേ. അപ്പം നമുക്ക് ഫസ്റ്റ് റീസണിലോട്ട് പോവാം. ചൂട്. ഇപ്പം എല്ലാവർക്കും നല്ല രീതിക്ക് മടിയാണ് വെള്ളം കുടിക്കാനായിട്ട്. മീൻസ് മിക്കവർക്കും തുരുതുര വെള്ളം കുടിക്കാനായിട്ട് നല്ല ഒരു എന്തോ പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല. ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. അങ്ങനെ കുടിക്കാനായിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ സ്ട്രോ ഉള്ള വാട്ടർ ബോട്ടിൽസ് ഒക്കെ കാണും. അതിൽ വെള്ളം നിറച്ച് കൊടുക്കുക. പരമാവധി 3 ലിറ്റർ വെള്ളം എങ്കിലും ഒരു ദിവസം കുടിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ദേഹത്തും ഇങ്ങനെ ആവി ഇങ്ങനെ പൊങ്ങി ആ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഓരോ മിനിറ്റിലും നമ്മൾ ഓരോ സെക്കൻഡ്സിലും വെള്ളം കുടിക്കണം. അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം പറയാനുള്ളത്. സെക്കൻഡ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു 11 മണി രാവിലെ ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ, അതായത് നല്ല വെയിലായിരിക്കും ആ സമയത്ത്. 3 മണി ആയാലും എനിക്ക് തോന്നില്ല വെയിൽ കുറയുമെന്ന്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് 3 മണി 3:45 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴക്കാറ് കയറി മഴ പെയ്യുന്നുണ്ട്. അതിന് മുമ്പൊക്കെ 4 മണി ആകുമ്പോൾ ആണ് മാറുന്നത്. 3 മണി വരെയും നല്ല വെയിലാണ്. അപ്പം ഇതുവരെയുള്ള വെയിൽ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ലോഡിങ്ങുകാർ, അതുപോലെ തന്നെ കൃഷിപ്പണിക്കാർ, ഇവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളിത് 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കഞ്ഞി കുടിച്ച് പോകുന്നത്? നമുക്ക് അതിലും നല്ലത് നമ്മുടെ ജീവൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് വരുന്നത് നമ്മുടെ ജീവനാണ്. അതാണ് ഞാൻ പോയിന്റായിട്ട് ഞാൻ പറയുന്നത്, അതാണ്. അപ്പം ഈ 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുത്. അത് കഴിഞ്ഞ് പറയാനായിട്ടുള്ളത്, നമ്മൾ നേരെ, അതായത് നമ്മൾ നേരിട്ട് നമ്മൾ സൂര്യൻ്റെ വെയിൽ കൊള്ളരുത്. കുട പിടിച്ച് പോകണം, അല്ലെങ്കിൽ ഒരു ഇളം ചൂടൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ പോവാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് വെയിലത്ത് നിന്നാൽ മതി, പൊള്ളി നാശമായിട്ട് കയ്യിൽ കിട്ടിക്കോളും. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. കൊല്ലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ട്. പാലക്കാട് 40. അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ കോട്ടയംകാരിയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. രാവിലെയും വൈകിട്ടും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഈ 3 റീസൺസ് എങ്കിലും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും അധികം ഇങ്ങനെ ചൂടില്ലാത്ത പാൻറ്റ്, അതുപോലെ തന്നെ ഭയങ്കര ഇറുകി പിടിച്ച് കിടക്കുന്ന വസ്ത്രങ്ങളൊന്നും നിങ്ങൾ ഇടരുത്. അതൊക്കെ നമുക്ക് തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഇട്ട് രസിക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പം നമ്മൾ നല്ല അയഞ്ഞ കോട്ടൺ തുണികളൊക്കെ ധരിക്കുക. അതുപോലെ തന്നെ ജനലിലൊക്കെ തുറന്നിടുക. സത്യം പറഞ്ഞാൽ പാമ്പ് കാരണം ജനലും കതകും ഒന്നും തുറന്നിടാൻ പറ്റത്തില്ല. ചൂട് കാരണം വീടിനുള്ളിൽ ഇരിക്കാനും പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം നിങ്ങൾ വീട്ടിലിങ്ങനെ മുറിക്കാതിരിക്കുമ്പോൾ മാത്രം ജനലൊക്കെ തുറന്നിട്ട് ഇരിക്കുക. എന്നാലും ഇതാണ്, സൂര്യാഘാതം ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ എനിക്കൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഗൈസ് ആ സാധനം. നൈസിലിൻ്റെ ജേം എക്സ്പേർട്ട് കൂളിംഗ് പൗഡറാണ്.
ഇത് മിക്കവർക്കും ഈ ഇത് ചൂടുകുരു സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് ചൂടുകുരു വരുന്നതെന്ന് ചോദിച്ചാൽ വെള്ളത്തിന്റെ അളവ് കുറവാണ്. വെള്ളം അതാണ് പറഞ്ഞത് തുരുതുര കുടിക്കുക. എനിക്ക് ചൂടുകുരു ഇല്ല, ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഒരു ദിവസം 4 ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചൂടുകുരു ഇല്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ചൂടുകുരു ഉണ്ട്. അതുകൊണ്ട് ഇത് മേടിച്ച് വെച്ചിരിക്കുകയാണ്. 2-3 ഉപ്പ് ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ഇതാണ് നൈസിലിൻ്റെ പൗഡറാണ്. അപ്പം ഇതെല്ലാവരും ഇടുക. നല്ല ആശ്വാസമുണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലൊക്കെ നല്ല വെതറ് പോലെയാണ് ചൂടുകുരു. ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ആറിയതുപോലെയാണ്. മീൻസ് നമ്മൾ നല്ല ഒരു കൂളിംഗ് കിട്ടുന്നുണ്ട് ഇതിന്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യുക, ചൂടുകുരു ഉള്ളവർ. പിന്നെ ഈ ചൂടുകുരു പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഡയറക്റ്റ് മഴവെള്ളം ദേഹത്തോട്ട് വീഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു മഴവെള്ളം ഒരു പാത്രത്തിനകത്ത്, ഒരു ചെരുവത്തിനകത്ത്, അല്ല അണ്ടാവിനകത്തൊക്കെ പിടിച്ചിട്ട് നമ്മൾ അത് വെച്ച് കുളിക്കുക. അപ്പോഴേക്കും നമുക്ക് നല്ല മാറ്റം വരും. എൻ്റെ അനിയത്തിക്ക് എന്ന് പറഞ്ഞാൽ നെറ്റിക്കൊക്കെ നിറയെ ചൂടുകുരുവായിരുന്നു. അപ്പം അവൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തതേ ഉള്ളൂ, മഴ കൊണ്ടതേ ഉള്ളൂ, അവളുടെ നെറ്റിക്കത്തെ ചൂടുകുരു എല്ലാം ഇങ്ങനെ പതിഞ്ഞിപ്പോയി. നേരത്തെ ഇപ്പോൾ പൊട്ടു എന്നുള്ള രീതിയിലായിരുന്നു ചൂടുകുരു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചൂട് എന്നുള്ള ആ ഒരു ഘട്ടം അങ്ങോട്ട് തീർന്നു. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പാമ്പ് തന്നെയാണ് നമ്മുടെ ശല്യം. പാമ്പ് സത്യം പറഞ്ഞാൽ പാമ്പിന് ജീവിക്കാൻ വയ്യ, നമുക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ചൂട് കാരണം പാമ്പിന് മാളത്തിനകത്തിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് നമുക്കും. ചൂട് കാരണം വീടിനകത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വെളിയിലോട്ട് രാത്രിയിലൊക്കെ എടുത്ത് ചാടും. ദാണ്ടേ, അയ്യോ ഏതാണ്ടമ്മ എന്നെ കൊത്തി, ഉറുമ്പാണെന്ന് തോന്നുന്നു, ആശുപത്രി തല കറങ്ങുന്നു, അയ്യോ തല ചുറ്റുന്നു, കണ്ണ് 2ആയിട്ട് കാണുന്നു, കൈയൊക്കെ 4ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആശുപത്രി എത്തുമ്പോൾ എന്താ, പാമ്പ് കടിച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലോ, മെയിനായിട്ട് നമ്മളുടെ കതകിൻ്റെത്, ജലൻ്റെതൊക്കെ ഈ തടിയൊക്കെ കട്ടളയൊക്കെ പോയിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണും. ആ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ നല്ല രീതിക്ക് നിങ്ങൾ സിമെൻറ്റ് വെച്ചാണെങ്കിലും തറച്ച് മാറ്റുക. ഈ ഇങ്ങനെ ശംഖുവരയൻ, വളവളപ്പൻ എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതൊക്കെ അതിനൊക്കെ സ്ലൈഡ് ചെയ്ത് തരാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് മാറ്റുക. അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത്, നിങ്ങൾ രാത്രി ഇപ്പം മിക്കയിടത്തും കറണ്ട് കട്ടുണ്ട് രാത്രിയില്ല. അപ്പോൾ കറണ്ട് കട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ ചൂട് സഹിക്കാൻ വയ്യാതെ വെളിയിലോട്ട് ഇറങ്ങും. വെളിയിലോട്ട് ഫ്ലാഷ് അടിക്കാതെ ഇറങ്ങിയ ഈ ഫസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മാറ്റ് ഉണ്ടെങ്കിൽ മാറ്റിൻ്റെ അടി അല്ലെങ്കിൽ മാറ്റിൻ്റെ മുകളിൽ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അല്ലെങ്കിൽ അത് ഓക്കെ, ആ ഒരു ഘട്ടം തീർന്നു. അടുത്ത ഘട്ടം, നിങ്ങൾ ടൈൽസിൽ ഇറങ്ങുമ്പോഴത്തേക്കും ടൈൽസിലൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. മീൻസ് ആ ഒരു ബ്ലാക്ക് കളറും കൂടെ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഫ്ലാഷ് അടിച്ചിട്ട് എല്ലാവരും ഇറങ്ങുക, സൂക്ഷിച്ച് വേണം എല്ലാവരും ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മുടെ ബെഡിൻ്റെ അടി, അതുപോലെ തന്നെ നമ്മുടെ പാത്രം ഇരിക്കുന്ന ഷെൽഫ്, ബെർത്ത്, ഇതെല്ലാം എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഇല്ലെങ്കിൽ എപ്പോഴാണ് കയറിയിരിക്കുകയെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, കട്ടിൽ തലവണിൻ്റെ അടിയിൽ നിന്ന് പാമ്പ് കുഞ്ഞിനെ കിട്ടി. വീട് മൊത്തം അന്വേഷിച്ചപ്പോൾ 5 പാമ്പ് കുഞ്ഞുങ്ങളെ കിട്ടി. ആ കൊച്ചിനെ പാമ്പ് കടിച്ചു. അങ്ങനൊന്നും വരാതിരിക്കാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഉള്ള ചെറിയ ചെറിയ മാളങ്ങളൊക്കെ നമ്മൾ അടയ്ക്കുക. അതുപോലെ തന്നെ എലികളൊക്കെയുള്ള വീട്, എൻ്റെ വീട്ടിൽ നിറയെ എലിയാണ്. മീൻസ് എലി ഇപ്പോൾ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, വലിയത് നമ്മുടെ വീട്ടിൽ പാമ്പൊന്നും കയറിയിട്ടില്ല. അപ്പം എലികളുള്ള വീടാണെങ്കിൽ നല്ല രീതിയിൽ എലിയെ പിടിക്കുക, മാറ്റാം. ഇല്ലെങ്കിൽ പണി കിട്ടും. എലികളുള്ള വീട്ടിൽ കുറച്ചുകൂടെയൊക്കെ വരും. പിന്നെ ഇങ്ങനെ മണ്ടയിലുള്ള ഹോൾസൊക്കെ നമ്മൾ നല്ല രീതിക്ക് അടയ്ക്കുക. മണ്ടയിൽ ബെർത്ത് പോട്ടെ, ഡോറില്ല, അതുപോലെ തന്നെ മണ്ടൽ സീലിങ്ങിലുള്ള ഹോൾസ്, അതൊക്കെ ചുമ്മാ കിടക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ അടയ്ക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. തണുപ്പ് തട്ടി വരുന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ തറയെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പില്ലാത്ത തറയാണ്, അത്യാവശ്യം നല്ല തണുപ്പില്ലാത്ത തറയാണ്. അപ്പം അതിൻ്റെ സിറ്റൗട്ടിലെ തറയെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള തറയാണ്. അപ്പം നമ്മുടെ ടൈൽസ് ഉണ്ടല്ലോ, ആ ടൈൽസ് നല്ല തണുപ്പുള്ള ടൈൽസിലാണ് സത്യം പറഞ്ഞത് വന്ന് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മാളത്തിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ തണുപ്പ് തേടിക്കും ഈ ചൂട് കാരണം. അപ്പോഴാണ് വിഷം ഇറക്കുന്നത്. അതാണ് പറഞ്ഞത്. തണുപ്പില്ലാത്ത ടൈൽസൊക്കെ ആണെങ്കിൽ പിന്നെയും വരാനായിട്ട് സാധ്യത കുറവാണ്. തണുപ്പുള്ള ടൈൽസിലൊക്കെ വന്ന് കിടക്കാനായിട്ട് ഒരുപാട് സാധ്യത കൂടുതലാണ്. എൻ്റെ വീട്ടിലെ ടൈൽസ് എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിലെ ടൈൽസ് എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത ബ്ലാക്ക് കളർ ടൈൽസാണ്.
അപ്പം അത് നമുക്ക് രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല പേടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ ഫ്ലാഷ് അടിക്കാതെ കാടുകളിലൂടെയൊക്കെ തന്നെ അതിനെങ്കിലും പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാവരും നല്ല സേഫ്റ്റിക്കായിട്ട് ഒരാളെയും കൂടെ കൂട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലത്തൊന്നും ചെന്ന് കൈയിടരുത്. കരിയിലക്കകത്തൊന്നും ചെന്ന് കാലിടുകയോ ചെയ്യരുത്. ഇപ്പം ഞങ്ങളുടെ വീടിന് തന്നെ മണ്ടയിൽ താമസിക്കുന്ന ഒരു ചേച്ചി കരിയില തൂത്തുവാരിക്കൊണ്ടിരുന്നപ്പോൾ കരിയിലക്കകത്ത് കാല് പോയി. ആ ചേച്ചിയെ പാമ്പ് കടിച്ച് ആ ചേച്ചി കഴിഞ്ഞ ദിവസം മരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നല്ല സേഫ് എന്ന് പറഞ്ഞാൽ പക്ക സേഫായിട്ടിരിക്കാം. എന്നാൽ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം എല്ലാവരും വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് വെള്ളം കുടിക്കുന്നതാണ്. വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പൊത്തുകളെ മാളങ്ങളെല്ലാം അടയ്ക്കുക. അതാണ് എനിക്ക് 2 മെയിൻ റീസൺസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ എമർജൻസി ആയിട്ട് പാമ്പും എല്ലാം കടിക്കുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. രണ്ടാമത്തെ റീസൺ പറയുന്നത്, ഈ പാമ്പ് കടിച്ച ആളെ അധികം പേടിപ്പെടുത്താതിരിക്കുക. അതായത് പേടിക്കാതിരിക്കുക. നമ്മൾ അയാളുടെ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അയാളെ അങ്ങനെ അധികം ഇങ്ങനെ പേടിയാവുകയും നിങ്ങളും കൂടെ അലറി അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആവുക. പിന്നെ 3ാമത്തെ റീസൺ മസ്റ്റാണ്. ആ പാമ്പ് കടിച്ചുമ്പോൾ പാമ്പ് കടിച്ചെടുത്തുനിന്ന് വായിലൂടെ വിഷം ഊറ്റിയെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കും ആപത്താണ്. അപ്പം ഈ 3 കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.